ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോങ് ആക്കാനുള്ള എനിക്ക് കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ് ഗൈസ്. സോ ഒരാൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പേടിപ്പിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന്. അപ്പം ചുമ്മാ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എല്ലാവരും ചോദിക്കും പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം, മാഴ്സിൻ്റെ ഗേൾ പവർ ഷെയ്ഡ് 10 ആണെന്ന് തോന്നുന്നു. ആ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ ആക്സിഡൻ്റലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ രണ്ട് കോംബോയും. ഇത് നോർമൽ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇങ്ങനെയെന്ന് അറിഞ്ഞൂടാ കറക്റ്റ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ലിപ് ലൈനറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീരാറായിട്ടുണ്ട്. മാഴ്സിൻ്റെ ഒരു അത്ര വേണം മേടിച്ചല്ലെങ്കിലും എനിക്ക് ഈ ഒരു ലിപ് ലൈനർ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതൊന്നൊരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചത്. പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു കോംബോ ആയിട്ട് മാറി. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് വന്നിട്ട് മേബിളിൻ്റെ ന്യൂയോർക്ക് 674 മാഡിസൺ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ അല്ലാതെ ഇവിടെ പിക്ക് കൊടുത്തേക്കാം. സോ ഈ ഒരു ഷെയ്ഡ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ മാഴ്സിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്ക് ആദ്യമൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ലിപ്സിൽ കുറച്ച് പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ടെന്ന്. സോ അതുകൊണ്ട് അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്. ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നിങ്ങൾ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനായിട്ട് ലിപ് ബാം യൂസ് ചെയ്തിട്ട് നല്ലൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. മാക്സിമം റേറ്റ് കൂടിയ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ റേറ്റ് കൂടിയത് മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടും ഞാൻ നോർമൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഇത് അടുത്തുള്ള കടയിൽ നിന്നാണ്. ഇത് ലുലു മോൾ ഇപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 300 സംതിങ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നോക്കാം. ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയത്. സോ യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഞാനിത് അപ്ലൈ ചെയ്യാറ് ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, നോർമലി ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടാറ്. ഞാൻ ഫസ്റ്റ് ലിപ് ലൈനർ വെച്ച് വരയ്ക്കും, എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ദെൻ ആഫ്റ്റർ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവും. അതാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഭയങ്കര ഡ്രൈ അല്ല, നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവും. എന്നിട്ട് പിന്നെയും ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ
ഭയങ്കര പ്രൊഫഷണലായിട്ട് നീറ്റായിട്ടൊന്നുമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ്. സോ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തത്. അപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ യൂസ് ചെയ്യണത് ഹിമാലയയുടെ ആ ഒരു ലിപ് ബാമാണ്. എനിക്ക് അത് കുഴപ്പമില്ല, എൻ്റെ ലിപ്സിന് നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. സോ അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാംസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തന്നെ ധാരാളം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുക. അഥവാ ടിൻറ്റഡ് യൂസ് ചെയ്താലും നല്ലത് നോക്കി മേടിക്കുക. ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ല എങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. സോ യെസ്, ഇനി ആരും ചോദിച്ചു വരരുത് എൻ്റെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന്. സോ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.